അതിന്റെ ആൻസേഴ്സുമായാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആര്? പവൻകുമാർ ചമലിംഗ്. ലോകത്ത് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം ഏത്? തേക്ക്. ഇന്ത്യയിലെ എല്ലാ വീടുകളും വൈദ്യുതീകരിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളം. കേരളത്തിലെ ലൈഫ് പദ്ധതി ഏത് മേഖലയിലെ വികസനമാണ് ലക്ഷ്യമിടുന്നത്? പാർപ്പിടം. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ് ഭവൻ നിലവിൽ വന്ന നഗരം ഏത്? ആൻസർ മുംബൈ. കേരളം ഭിന്നശേഷി സൗഹൃദമാക്കുവാനായി ആവിഷ്കരിച്ച പദ്ധതി ഏത്? ആൻസർ അനുയാത്ര. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ കാർഡിന്റെ നിറം എന്താണ്? നീല. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? തലപ്പാടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഫോർട്ട് പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരമാണ് ആൻസർ. കേരളത്തിലെ പുനലൂരിനെയും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയെയും ബന്ധിപ്പിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസാണ് പാലരുവി എക്സ്പ്രസ്. ലോക കേരള സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ഏത്? 2018. കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡാഷ്. ആൻസർ ഉഡാൻ. സമ്പൂർണമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മുഖ്യ ലക്ഷ്യമാക്കിയ സർക്കാർ പദ്ധതി? ആൻസർ അതുല്യം. ലോക സാക്ഷരതാ ദിനം എന്ന്? സെപ്റ്റംബർ 8. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ രാകേഷ് ശർമ്മ. സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഫുട്ബോൾ. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? ആൻസർ ഇടുക്കി. ഇന്ത്യയുടെ 100ാമത്തെ ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിച്ച റോക്കറ്റ് ഏതാണ്? ആൻസർ PSLV-C-40. അണ്വായുധം വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ആൻസർ ധനുഷ്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? ആൻസർ ഇംഗ്ലണ്ട്. ലോകത്ത് ആദ്യമായി ഒരു റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം ഏതാണ്? അത് സൗദി അറേബ്യയാണ്. ആ റോബോട്ടിന്റെ പേര് സോഫിയ. ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? ആൻസർ പ്രകാശവർഷം. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ്. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ കൊച്ചി. ആദിവാസി കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ആൻസർ ഗോത്രസാരഥി. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത്? ആൻസർ ചക്ക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.